ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ചായിട്ടും ഓഫീസിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കറികളൊന്നും വേണ്ടാത്ത ഒരു ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ്, അതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആദ്യം തന്നെ ഒരു പാത്രം വെക്കുക, അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് കുറച്ചുകൂടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഗുണകരമാണ്, അതുകൊണ്ടാണ് നെയ്യും കൂടി ചേർത്തേക്കുന്നത്. ഞാൻ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാട്ടോ, അതും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം സവാള ചേർക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് നല്ലതും ചെറിയുള്ളി തന്നെയാണ്. അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴറ്റി വരുന്നോടം വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ അതൊന്ന് മാറി വരുമ്പോൾ മസാലയൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു മസാലയൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിത് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിലും മുട്ടയിലും എല്ലാം മാറ്റം വരുത്തണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഏകദേശം ഇതുപോലെ ഞാൻ ചെറുതാക്കി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ മുട്ടയിലേക്ക് ആവുന്നോടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പെട്ടെന്ന് സമയമൊന്നും ഇല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ചോറിലേക്കും ആ ഒരു മസാലയൊക്കെ ആവുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ റെസിപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. കറികളൊന്നും വേണ്ട. അച്ചാറിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ അച്ചാറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് അച്ചാറിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.